Question number 32. 32 ഒരു ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ടു പാർട്ടിക്കിൾസ് ദേ ആർ മൂവിങ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. പാർട്ടിക്കിൾസ് എയും ബിയും രണ്ട് കാറുകളാണ്. ആ കാറുകൾ ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ പണ്ണത്. അപ്പോൾ അറ്റ് വാട്ട് ടൈം ദേ ആർ ഓവർടേക്കിംഗ്, എ ഈസ് ഓവർടേക്കിംഗ് ബി എന്നാണ്. അപ്പോൾ പൊസിഷൻ ഓവർടേക്ക് മീൻസ് ഇപ്പോൾ ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ ഇங்கே പാറ് ഈ 0 to T1 ടൈം വരേക്കും ബിയുടെ പൊസിഷൻ എയുടെ പൊസിഷനേക്കാൾ കമ്മിയാണ്. ബിയുടെ പൊസിഷൻ എയുടെ പൊസിഷനേക്കാൾ അധികമാണ്. ഇതാണ് ബിയുടെ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. എയുടെ ഗ്രാഫ് ഇന്നത്തെ കർവ്. അപ്പോൾ എയുടെ പൊസിഷൻ ബീനെ കീഴെതാൻ വരും, ഇന്ന ഡിസ്റ്റൻസ് വാല്യൂ എക്സ് വാല്യൂ. ഇനി T1 ആകുമ്പോൾ എയുടെയും ബിയുടെയും പൊസിഷൻ സെയിം ആകും. T1 താണ്ടുമ്പോൾ എയുടെ പൊസിഷൻ വന്ന് ബിയുടെ പൊസിഷനേക്കാൾ അധികം വരും. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ ഈ പോയിന്റിലാണ് ദേ ആർ മീറ്റിംഗ് ആൻഡ് എ ഈസ് ഓവർടേക്കിംഗ് ബി. ദെർഫോർ ദ ആൻസർ ഈസ് T1. അറ്റ് വാട്ട് ടൈം എ ഈസ് ഓവർടേക്കിംഗ് ബി. അത് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ താൻ വരും, ആൻസർ T1 താൻ വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34. 34ൽ ഈ രണ്ട് സൈനുസോയിഡൽ ഫങ്ഷൻസ് കൊടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻസും ഫ്രീക്വൻസിയും താൻ കേട്ടിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് ഈസി ആയിട്ട് എഴുതാം, ബിക്കോസ് ഈ ഒരു സൈക്കിൾ എടുത്താൽ ടൈം പീരീഡ് താൻ കിടക്കും. ഇത് 0, ഇത് 0.4. അപ്പോൾ ടൈം പീരീഡ് 0.4, 1/0.4 എടുത്താൽ എന്ത് കിടക്കും? ഫ്രീക്വൻസി കിടക്കും. ദെർഫോർ 2.5 ഹെർട്സ് എന്ന് വരും. ഇനി രണ്ട് ഗ്രാഫും ബിറ്റ്വീനുള്ള ഫേസ് ഡിഫറൻസ്, ബിക്കോസ് ഇங்கே പാറ് ഈ ഗ്രാഫ് ഈ പോയിന്റ് 0ൽ ഇതാ ആരംഭിക്കുന്നത്, ഇപ്പടി ഇതാ കറക്റ്റ് സൈൻ വേവ് ഇപ്പടി ആരംഭിക്കുന്നത്. ബട്ട് ഈ രണ്ടാമത്തെ ഗ്രാഫ് ആരംഭിക്കുന്നത് ഈ പോയിന്റിലാണ്, എക്സാക്റ്റ് ഇതിൻ്റെ ഇത് പീക്ക് വാല്യൂ വരുമ്പോൾ, അതായത് ഇത് 90 ഡിഗ്രിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് എം ഗ്രാഫ് ആരംഭിച്ച് കൊഞ്ചം ടൈം കഴിഞ്ഞതുക്ക് അപ്പുറം தான் എൻ ഗ്രാഫ് ആരംഭിക്കുന്നത്. അപ്പോൾ എൻ ഈസ് ലാഗിങ് എന്ന് ചൊല്ലും. ആ ടൈമിലുള്ള ഡിലേനെയാണ് ഫേസ് ഡിഫറൻസ് ചൊല്ലുന്നത്. അപ്പോൾ ആ ലാഗ് ഈ ആംഗിളോളം വരും π/2 ഓർ 90 ഡിഗ്രി. ആക്ച്വലി അപ്പോൾ എൻ ഈസ് ലാഗിങ് ബൈ 90 ഡിഗ്രി. അപ്പോൾ ലാഗിങ് ആംഗിളിനെ മൈനസ് ആംഗിൾ എന്ന് ചൊല്ലും, ലീഡിങ് ആംഗിളിനെ പ്ലസ് ആംഗിൾ എന്ന് ചൊല്ലും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ദേ ആർ ആസ്കിങ് എൻ മന്ത് എവ്വളോ ലീഡ് പണ്ണുന്നതാണ്. അപ്പോൾ എൻ മന്ത് ലീഡ് പണ്ണുന്നത് -π/4 ആണ്. ആക്ച്വലി ലീഡ് അല്ല, അത് ലാഗിങ് ആണ്. ലാഗിങ് ആയതുകൊണ്ടാണ് ആ മൈനസ് എന്ന് ചൊല്ലിയത്. ഓക്കെ, ദെർഫോർ ഇഫ് യു കൺസിഡർ ദ ഗ്രാഫ്, ഇതാ ഗ്രാഫ് വരും. ടൈം പീരീഡ് 0.4, ഫ്രീക്വൻസി 1/0.4, പിന്നെ ഫേസ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു എം, അതായത് എൻ മന്ത് എമ്മിനേക്കാൾ ലാഗിങ് അല്ലെങ്കിൽ എം മന്ത് എന്നിനേക്കാൾ ലീഡിങ്. അപ്പോൾ എന്നിൻ്റെ താൻ കേട്ടിരിക്കുക. അപ്പോൾ എൻ ലാഗിങ് ആണ്, ദെർഫോർ ഇറ്റ് ഈസ് -π/2. നൗ ക്വസ്റ്റ്യൻ നമ്പർ 35. ഒരു സ്മാൾ ആംഗിൾ പ്രിസത്തിൻ്റെ ഡീവിയേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു μ-1 × a എന്ന് എഴുതാം. എ ഇസ് ദ ആംഗിൾ ഓഫ് പ്രിസം, മ്യൂ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ആ ഗ്ലാസ് ആണ് പ്രിസം, അത് എയറിൽ അത് പ്രൊഡ്യൂസ് പണ്ണുന്ന ഡീവിയേഷനും അതേ പ്രിസത്തിനെ വാട്ടറിൽ ഇൻസേർട്ട് പണിയാൽ അപ്പോൾ വരുന്ന ഡീവിയേഷനും വാട്ട് ഈസ് ദ റേഷ്യോ, അല്ലെങ്കിൽ എയറിൽ വരുന്ന ഡീവിയേഷൻ്റെ എவ்வளோ പോർഷനാണ് വാട്ടറിൽ വയ്ക്കുമ്പോഴുള്ള ഡീവിയേഷൻ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദെർഫോർ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു μ-1 × a. ആംഗിൾ ഓഫ് പ്രിസം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ആകാതെ. ദെർഫോർ ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ മ്യൂ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഡീവിയേഷൻ ഇൻ എയർ ബൈ ഡീവിയേഷൻ ഓഫ് വാട്ടർ ഈസ് refractive index of glass with respect to air -1 divided by refractive index of glass with respect to water -1. Therefore ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணும்போது ഗ്ലാസിൻ്റെ 1.5, ദാറ്റ് മീൻസ് 3.3/2 -1. ഇനി ഇത് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ്. അപ്പോൾ 3/2 ഡിവൈഡഡ് ബൈ 4/3. 4/3 മീൻസ് 1.33 വാട്ടർ. ദെർഫോർ വാല്യൂ എടുക്കുമ്പോൾ ഡെൽറ്റ ഇൻ വാട്ടർ അല്ലെങ്കിൽ ഡീവിയേഷൻ വാട്ടർ ഈസ് ഡെൽറ്റ ഇൻ എയർ ബൈ 4 എന്ന് വരും. അപ്പോൾ ദെർഫോർ 1/4 ആണ് ആൻസർ വരിക. 1/5 പോർഷൻ ഓഫ് ഡീവിയേഷൻ ഇൻ എയർ ഈക്വൽ ടു ഡീവിയേഷൻ വാട്ടർ. നോ ക്വസ്റ്റ്യൻ നമ്പർ 37. ഒരു സ്റ്റോൺ ഒരു ടവറിൻ്റെ മേലെ നിന്ന് ഡ്രോപ്പ് പണ്ണത്, അത് ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ പണിയ ദൂരമാണ് 35 മീറ്റർ. എന്നാൽ ഹാർട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഈ ലാസ്റ്റ് സെക്കൻഡ് എന്ന് ചൊല്ലിയാൽ ഇപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് കീഴെ വരുമെങ്കിൽ 5th സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ T സെക്കൻഡ് കൊണ്ട് അത് കീഴെ വരുമെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് T ആണെങ്കിൽ Tth സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ദെർഫോർ റിമെമ്പർ ദിസ് ദ ടവർ, ടവറിൻ്റെ ഹൈറ്റ് h, അത് നാം കണ്ടുപിടിക്കണം. ലെറ്റ് T ബി ദ ടൈം ഫോർ ട്രാവൽ. അപ്പോൾ T ഈസ് ദ ലാസ്റ്റ് സെക്കൻഡ്, ദാറ്റ് ഈസ് ദ പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ഡ്രോപ്പ് പണ്ണുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0, u 0 ആൻഡ് ആക്സിലറേഷൻ a ഈക്വൽ ടു g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Therefore distance travelled in nth second we know the formula. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணும்போது 35 ഈക്വൽ ടു g/2 2t - 1. അതിൽ നമുക്ക് ടിയുടെ വാല്യൂകൾ വരും 4 എന്ന് വരും ഈ സോൾവ് பண்ணும்போது. ഈ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് பண்ணுമ്പോൾ ടി ഈക്വൽ, അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എவ்வளோ കിടച്ചു 4. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിടച്ചാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ടവർ എപ്പോഴും എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് മേലെ നിന്ന് ഇங்கே വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ടവർ. അപ്പോൾ s ഈസ് ഈക്വൽ ടു ut + ½ gt². u 0 ആയതുകൊണ്ട്
ഹൈറ്റ് ഓഫ് ടവർ ഈസ് ഇക്വൽ ടു ഹാഫ് GT സ്ക്വയർ. ടിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ 80 മീറ്റർ. വെരി സിമ്പിൾ കാൽക്കുലേഷൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39. Photons of energy 6 electron volt incident on a metal surface whose work function is 4 electron volt. The minimum kinetic energy, carefully listen, minimum kinetic energy. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ എടുത്താൽ 2 ഇലക്ട്രോൺ വോൾട്ട്, അതെന്ന് പറയുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയാണ്. എപ്പോഴും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ വേരീസ് ഫ്രം 0 to മാക്സിമം എന്നാണ്. അപ്പോൾ എപ്പോഴും മിനിമം കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് 0, മാക്സിമം കൈനറ്റിക് എനർജി ഈസ് 6 - 4 2.